ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസുകൾ ഉപയോഗിച്ച് കൂടുതൽ അളവിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. കുറഞ്ഞ അളവിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് 5 കിലോ ചിക്കനാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും ചേർത്തു. ഇനി ഇതിലേക്ക് പുളിക്കാവശ്യത്തിനുള്ള വിനീഗറും ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത ഈ ചിക്കൻ അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇനി 5 കിലോ ചിക്കനിലേക്ക് 4 ഉണ്ട വെള്ളുള്ളിയും മീഡിയം സൈസിലുള്ളൊരു കഷ്ണം ഇഞ്ചിയും 15 പച്ചമുളകും ഞാൻ എടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചെറിയ ഇനം വെള്ളുള്ളിയാണെങ്കിൽ 8 ഉണ്ട വെള്ളുള്ളി 5 കിലോ ചിക്കനിലേക്ക് എടുക്കണം. ഇനി മീഡിയം സൈസിലുള്ള 8 സവാള എടുത്ത് ചെറുതായി മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 5 തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളി എടുക്കുമ്പോൾ നന്നായി പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അരമണിക്കൂർ മുന്നേ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇപ്പം മസാലയൊക്കെ നന്നായി പിടിച്ച് റെഡിയായി വന്നു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ടൈമിൽ ബട്ടർ ഉപയോഗിക്കുന്നില്ല. നന്നായി ചൂടായി വന്ന ഓയിലിലേക്ക് ചിക്കനും ചേർത്തു. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ കളറിൽ റെഡിയായി വന്നു. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫ്രൈ ചെയ്യുന്ന ചിക്കൻ ഇപ്പോൾ 2 സൈഡും ഗോൾഡൻ കളറിൽ റെഡിയായി വന്നു. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. സെയിം മെത്തേഡിൽ മുഴുവൻ ചിക്കനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇതിനുള്ള സോസ് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന വെള്ളുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന ഓയിലിലേക്ക് ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ഇനി ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം ഇത് റെഡിയായി. ഇതിൽ നിന്ന് നല്ല സ്മെല്ലും വരാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സവാള ചേർത്ത് 2 മിനിറ്റ് വഴറ്റണം. ഇപ്പോൾ സവാള 2 മിനിറ്റ് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. തക്കാളി മിക്സ് ചെയ്തതിലേക്ക് 4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്തു. ഇനി നമുക്കിത് തക്കാളി നന്നായി ഉടഞ്ഞു വരുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കണം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ചേർക്കാതെ നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ ഇതിൻ്റെ ലിക്വിഡെല്ലാം ഇതിൽ ചേർന്ന് ഈ മസാലയ്ക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ഈ മസാലയിൽ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പിന് പകരം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. ചിക്കൻ സ്റ്റോക്ക് ഇതിൽ നിർബന്ധമുള്ള റെസിപ്പിയല്ല. 3 പാക്കറ്റ് ചിക്കൻ സ്റ്റോക്കാണ് ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് ചേർത്തത്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് റെഡിയായി. നമ്മളിതിൽ ചേർത്ത തക്കാളിയും മസാലകളൊക്കെ ഉടഞ്ഞ് ചേർന്ന് ഇതിൽ നിന്ന് നല്ല സ്മെല്ലും വരാൻ തുടങ്ങി. ഇനി ഈ ടൈമിൽ ഇതിലേക്ക് 1.5 കപ്പ് കാഷ്യൂ നട്ട്സ് ഞാൻ ചേർത്തു. ഇനി നമുക്ക് ഈ കാഷ്യൂ നട്ട്സ് 2 മിനിറ്റ് വഴറ്റണം. ഞാനിത് ഒന്നിച്ച് മസാലയിൽ വഴറ്റിയെടുക്കാത്തത്. ഞാൻ ഈ മസാല ഫുള്ള് അരച്ചെടുക്കാൻ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഈ വഴറ്റിയെടുത്ത മസാല ഫുള്ള് അരച്ച് ചേർത്താൽ കറിക്ക് ഒരുപാട് കട്ടി കൂടി കറിയുടെ ടേസ്റ്റ് കുറഞ്ഞു പോവും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് പകുതി ഭാഗം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അരച്ചെടുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ച ഈ മസാല ചൂടാറി വരാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ള ഈ മസാലയിലേക്ക് 4 കപ്പ് ചൂടുവെള്ളം ചേർത്തു. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാല ഇപ്പം നന്നായി ചൂടാറി വന്നു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുമ്പോൾ നമുക്കിത് ഒന്നിച്ച് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. 1-2 ബാച്ചുകളായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പം ഇത് അരച്ചെടുത്തു. നല്ല ഫൈൻ പേസ്റ്റായി തന്നെ നമുക്കിത് അരഞ്ഞു കിട്ടി. അരച്ചെടുത്ത ഈ മസാല നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ടൊമാറ്റോയുടെ മസാലയിലേക്ക് ചേർത്തു. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ടൈമിൽ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ തക്കാളി അരച്ചെടുത്ത മിക്സിയുടെ ജാറ് വാഷ് ചെയ്തെടുത്ത വെള്ളം തന്നെ നമുക്ക് ഈ ടൈമിൽ ഇതിൽ ചേർക്കാം. ഈ ടൈമിൽ ഇതിലേക്ക് 1 സ്പൂണ് ഗരം മസാലപ്പൊടിയും 1 സ്പൂണ് ഒറിഗാനോ പൗഡറും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 5 കിലോ ചിക്കനിലേക്ക് 250 ഗ്രാം ബട്ടറാണ് ഞാൻ ഈ ടൈമിൽ ചേർത്തത്. നമ്മളിതിൽ ചേർക്കുന്ന മസാലക്കനുസരിച്ചാണ് കറിയുടെ ടേസ്റ്റ് സ്പെഷ്യലായി കിട്ടുന്നത്. ബട്ടർ അല്പം കൂടുതൽ ചേർത്താലും കുറവ് ചേർത്താലും ടേസ്റ്റിൽ വ്യത്യാസം വരില്ല. ഈ ടൈമിൽ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്തു. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് തിളച്ചു വന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ക്രീം ചേർത്ത് കൊടുക്കണം. ഈ ടൈമിൽ ഇതിലേക്ക് ഞാൻ 2 കപ്പ് ക്രീമാണ് ചേർത്തത്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഇതിൽ ഉപ്പും പുളിയും കുറവുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. പുളി കുറവുണ്ടെങ്കിൽ സൊർക്ക ചേർക്കുന്നതിനേലും കൂടുതൽ ടേസ്റ്റ് കിട്ടുക തൈര് മിക്സിയിൽ അടിച്ചെടുത്ത് ചേർത്താലാണ്. ഇതിൽ ഉപ്പും പുളിയും കുറവുണ്ട്. ഇനി നമുക്കതെല്ലാം ഇതിലൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 കപ്പ് തൈരാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള തൈരിന് പുളി കുറവുള്ളതുകൊണ്ടാണ് കൂടുതൽ തൈര് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്തു. നമ്മൾ ഇതുവരെ ഈ കറിയിൽ ജീരകം ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് തൈരിൽ ചേർത്ത് അരക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് തൈര് ചേർത്തു. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിരുന്നു. ഉപ്പ് ചേർക്കുന്ന വീഡിയോ മിസ്സായതാണ്. കൂടുതൽ വെള്ളം ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഇളക്കി കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് തിളച്ച് വന്നു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് ഇത് അടച്ച് വെക്കണം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് സർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.